അതിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കൊച്ചു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളും ഒക്കെ പങ്കിട്ട് പോകുന്നൊരു ട്രിപ്പാണ്. ഞങ്ങളുടെ ആ കാര്യങ്ങളും സന്തോഷങ്ങളും കുറച്ച് രസമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ പോകുന്ന സ്ഥലം എങ്ങനെയാണെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഞാനിപ്പം നിൽക്കുന്നത് മുണ്ടക്കയം കുട്ടിക്കാനം റൂട്ടിലാണ്. ഇവിടെ നമ്മളങ്ങോട്ട് പോകുന്ന സ്ഥലത്തിനെക്കുറിച്ചും പോകുന്ന സ്ഥലമൊക്കെ ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ, അല്ല അതിൻ്റെ ത്രില്ലങ്ങ് പോവുകയല്ല. അതിൻ്റെ എന്ന് വെച്ചാൽ ഓടിച്ചു വിട്ട് അവസാനം പോയി കാണില്ല, തുടക്കം തൊട്ടേ കാണാൻ ശ്രമിക്കുക. നല്ല രസകരമായ വീഡിയോസ് ആയിരിക്കും. സോ ആരും മിസ് ചെയ്യാതെല്ലാം ഇരുന്ന് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വിട്ടുക. എന്നാലേ നമ്മുടെ ഒരു ഫാമിലിയിലോട്ടൊരു അംഗമാകും. സോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇൻട്രോ വരട്ടെ. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ യാത്ര പതൊക്കെ തുടങ്ങാം. കൂടെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പരിചയപ്പെടുത്താതിരിക്കുന്ന മോശമല്ലേ. നമ്മൾ ഈ കുട്ടിക്കാനം റൂട്ടിലോട്ട് ഇങ്ങോട്ട് കയറി പോകുമ്പം നല്ല അസാധ്യ വ്യൂ ആണ്. റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് ആ ഒരു വ്യൂ കണ്ട് അതിൽ അലിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന കൂട്ടുകാരെ പരിചയപ്പെടുത്താം. ഇത് അശ്വിൻ ബ്രോ, എൻജിനീയറിംഗ് ആണ്. എല്ലാവരും എൻജിനീയർ സ്റ്റുഡൻസ് ആണ്. ഇത് അനന്തു ബ്രോ, ഇത് ആദിൽ ബ്രോ. അപ്പം നമുക്ക് ഏതായാലും പതുക്കെ വിടാം. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര നമ്മൾ പിന്നെയും തുടങ്ങി. അപ്പം നമ്മൾ പോകുന്ന മൂന്നാറിലോട്ടാണ്. മൂന്നാറല്ല, നമ്മുടെ സർപ്രൈസ് എന്ന് പറഞ്ഞ സ്ഥലം മൂന്നാറിലുള്ള ഒരു സ്ഥലമാണ്, ഒരു അഡാറ് സ്ഥലം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഈ മുണ്ടക്കയം തൊട്ട് കുട്ടിക്കാനം വരെയുള്ള ഒരു റൂട്ട്, അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂട്ടാണ്. എന്താ ഇഷ്ടപ്പെടാൻ കാരണം എന്നാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കാഴ്ചകളുള്ളൊരു വഴിയാണ്. മഴക്കാലത്തൊക്കെ വന്നാൽ നമുക്ക് അവിടെ കണ്ട് നിന്ന് പോകാം. അതുകൂട്ടെ കാഴ്ചകളുള്ളൊരു വഴിയാണ്. ഞാൻ നിങ്ങളെ അത്യാവശ്യം വണ്ടിയിൽ ഇരുന്ന് അതിൻ്റെ വിഷ്വൽസൊക്കെ കാണിക്കാം. സോ നമ്മൾ ഇനിയും ചെല്ലുന്നത് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിലോട്ടാണ്. അവിടെ നന്നായിട്ട് വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ വണ്ടി പോസ് ചെയ്ത് അത്യാവശ്യം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഉള്ളിവടയും ഒരു ചായയൊക്കെ അടിച്ചിട്ട് അതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. വലിയതായിട്ട് വെള്ളച്ചാട്ടം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വണ്ടി ഇരുന്ന് അവിടുത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഇരുന്ന് കണ്ടിട്ട് പോവാം. അങ്ങനെ നമ്മൾ വളഞ്ഞങ്ങാനത്തോട്ടെത്തി. വളഞ്ഞങ്ങാനത്ത് വലിയതായിട്ട് വെള്ളച്ചാട്ടം ഇല്ല, അതുകൊണ്ട് നമുക്ക് ഉള്ളിവടയും ചായയൊക്കെ പിന്നെ വെള്ളമൊക്കെ ഉള്ളപ്പോൾ വന്ന് കഴിക്കാം. കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആ കുരങ്ങന്മാരുടെ അടുത്തോട്ട് ഒത്തിരി അടുപ്പിക്കണ്ട. ആ ഗ്ലാസും കുറച്ച് കയറ്റി കിട്ടോ. അവരെപ്പോഴാണ് പണിയായിരുന്നു പറയാൻ പറ്റത്തില്ല. ചാടി കയറിയാൽ പിന്നെ പണിയാവും. നമുക്കൊത്തിരി ലാഗ് ആക്കണ്ട, നമുക്ക് പതുക്കെ വിട്ടേക്കാം. അത്ര നേരത്തെ അവിടെ ചെല്ലാവും, അതല്ലേ നല്ല. അപ്പോൾ അവിടുത്തെ കുറച്ചുകൂടെ കാഴ്ചകൾ നമുക്ക് കാണാമല്ലോ. Or would you not be ashamed to see me manic? Would you bring me back down when I panic? Could you be my Zanny? Without the liquor, we don't know how to behave. Touch of a finger, and you can make me insane. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ വന്ന വഴിക്ക് തന്നെയാണ് അമ്മച്ചിക്കൊട്ടാരമുള്ളത്. നമ്മുടെ ലൂസിഫർ സിനിമയും കാർബൺ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. കുറച്ച് സീനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നമ്മുടെ അമ്മച്ചിക്കൊട്ടാരം. നമുക്കൊരു ദിവസം ഈ വളഞ്ഞങ്ങാനം, ഈ അമ്മച്ചിക്കൊട്ടാരം, പരുന്തുംപാറയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ രീതിയിൽ നമുക്ക് ഇറങ്ങാം.
ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം മൂന്നാറാണ്. മൂന്നാറിലെ ഒരു സർപ്രൈസാണ്. നമ്മളിപ്പോൾ കുട്ടിക്കാനം എത്തി. ഇതാണ് കുട്ടിക്കാനം മെയിൻ ജംഗ്ഷൻ. ഇവിടുന്ന് വലത്തോട്ട് പോയാലാണ് പരുന്തുംപാറയ്ക്കൊക്കെ പോകുന്നത്. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ നമ്മുടെ മരിയൻ കോളേജിലോട്ട്. കുട്ടിക്കാനം ജംഗ്ഷൻ ഏതാണ്ട് 10-200 മീറ്ററേ ഉള്ളൂ നമ്മുടെ മരിയൻ കോളേജിലോട്ട്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. സോ നമ്മളിപ്പോൾ പോകേണ്ടത് ഇടത്തോട്ടാണ്. ഏലപ്പാറ വഴിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടിക്കാരും ഏലപ്പാറയൊക്കെ കഴിഞ്ഞ് ഒരു അത്യാവശ്യം നല്ലൊരു സ്പോട്ട് കണ്ടപ്പം ഞങ്ങളൊന്ന് ചെറിയ രീതിയിലൊരു കുറച്ച് നല്ല വൈബുള്ള സ്ഥലം കണ്ടു. സ്ഥലം കാണാമെന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്നൊക്കെ ഓർത്ത് നിർത്തി. നല്ല സ്ഥലം കേട്ടോ. ഏത് എസ്റ്റേറ്റ് ഇപ്പം നോക്കിയിട്ട് പറയാം. ചുറ്റിനും തൈലത്തോട്ടം, ചെറിയ ചെറിയ പൈൻ മരങ്ങൾ, അതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള യാത്ര തന്നെ സുഖം അറിയാം. നല്ല രസമാണ്. നല്ല കിട്ടുകാഴ്ചകളും ഒക്കെയാണ്. മനസ്സിന് നല്ല സുഖം. ഇതിൻ്റെ ചുറ്റും കണ്ടോ നല്ല രസം. താഴോട്ട് ഇങ്ങനെ തേയില നട്ട് പിടിപ്പിച്ചേക്കുക. അപ്പോൾ നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ്. സ്ഥലം ഇത് ഞാൻ പറഞ്ഞില്ലല്ലേ, പറയാം. വെയിറ്റ് ചെയ്യും. ചെറിയൊരു സസ്പെൻസ് ഒക്കെ ഉണ്ടായില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു രസമുള്ളൂ. ഇത് ഏത് എസ്റ്റേറ്റാണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നു. ഇത് ചിന്നാർ എസ്റ്റേറ്റാണ്. ഇതെന്താ കാണാമെന്നറിയാം. ചിന്നാർ എസ്റ്റേറ്റ്. ഇവിടുന്ന് ഇപ്പം അഞ്ചിരുള്ളിക്ക് 26 കിലോമീറ്റർ, നമ്മുടെ ഇടുക്കി ഡാമിലോട്ട് 49 കിലോമീറ്ററാണുള്ളത്. പക്ഷേ നമ്മൾ പോകുന്നത് ഇങ്ങോട്ടൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. രാവിലെ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം നല്ല രീതിയുടെ മഞ്ഞുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ. അങ്ങനെ ഒരു 3-4 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ ചിത്തിരപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ചിത്തിരപുരം വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ. കാണിച്ചുതരാം. ഫുള്ള് ചുറ്റിനും തേയിലയാണ്. നല്ല കിട്ടു വ്യൂ. ആഹാ, നല്ല സുഖം. അവിടുന്ന് വണ്ടിയൊക്കെ ഇങ്ങനെ കയറി വരുന്നു. താഴെ മുഴുവൻ തേയിലത്തോട്ടം. ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നു, പറപ്പിച്ചു വിടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ കണ്ട തന്നെ പുള്ളിവാസൽ എസ്റ്റേറ്റ് നഴ്സറി ഡിവിഷൻ 1 ഉണ്ട്. അവിടെ ഒരു മല കാണാം, ഇവിടെ ഒരു മല കാണാം. അങ്ങോട്ടൊക്കെ കോടയൊക്കെ നന്നായിട്ട് കയറുന്നതാണ്. നമ്മൾ ഇപ്പം മണ്ടേരോട്ട് പോകണം. മണ്ടേ ചെന്ന് അവിടെ സ്റ്റേ അടിക്കും.
തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെയും വണ്ടി എടുത്തു. നമ്മളിനി പോകുന്നത് നേരെ മൂന്നാർക്കാണ്. മൂന്നാർക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വ്യൂ പോയിന്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു പോകാം. നല്ല രസമാണ് കേട്ടോ ഇതുവരെ ഇങ്ങനെ പോകാൻ. നല്ല മൈൻഡിന് നല്ലൊരു മൂഡാണ്. അതെ, റിഫ്രഷിങ് ആണ്. അത് തന്നെ സംഭവം, അതാണ് ഉദ്ദേശിച്ചത്. പെട്ടെന്ന് വന്നില്ല. നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അങ്ങനെ നമ്മൾ മൂന്നാറെത്തി. ഇനിയുള്ള കൂടുതൽ കാഴ്ചയും നല്ല ഏക്കർ കണക്കിന് നീണ്ടു നിവർന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ കാഴ്ചകളും ഒക്കെ ആയിരിക്കും. സോ ഇപ്പോൾ എൻ്റെ വലത്തെ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെ ബസ് സ്റ്റാൻഡിൽ നമുക്ക് 100 രൂപ കൊടുത്താൽ രാത്രിക്ക് ബസ്സിൽ തന്നെ കിടന്നുറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. റൈഡേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പം നമുക്കതുണ്ടോ അറിയത്തില്ല, കൊറോണ ഒക്കെ ആയതുകൊണ്ട്. നമ്മളിനിയും ഇവിടുന്നും കുറച്ചുകൂടെ പോകണം നമ്മുടെ സ്പോട്ടിലോട്ട്. അവിടെ 2 മണിയാകുമ്പോൾ ചെല്ലണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ പോയാൽ നമുക്ക് കറക്റ്റ് 2 മണിയാകുമ്പോൾ എത്താം. സോ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ അങ്ങ് പോവാം. നമ്മളങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ ആയി. ഡാമിൻ്റെ മണ്ടയിൽ കൂടെ കയറി വേണം നമ്മൾ പോകാൻ. സോ കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലപ്പള്ളി ടോപ്പ് സ്റ്റേഷൻ റോഡിലൂടെയാണ്. ഇവിടെ 2 സൈഡിലും ഫുള്ള് യൂക്കാലിപ്റ്റസ് മരങ്ങളാണ്. നമ്മളിന്ന് 2 മണിക്ക് ആകുമ്പോൾ കറക്റ്റ് എല്ലപ്പള്ളി പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെയാണ് ചെല്ലണ്ടേ. അവിടെ നിന്നാണ് നമ്മുടെ പിക്കപ്പ് പോയിന്റ്. Separate ways, break
it was worth the try. At least it was worth the try. അപ്പോൾ നമ്മൾ ഇന്ന് ഏതായാലും ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ഇത് ഈ സ്ഥലത്തിൻ്റെ പേരിന് ഏലപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. സോ ഇവിടെ നിന്നാണ് നമ്മുടെ സർപ്രൈസിലോട്ടുള്ള വഴി തുടങ്ങുന്നത്. സോ ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ ആ ചേട്ടൻ പറഞ്ഞേക്കുന്നത്. നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ ഇട്ട് ആ ചേട്ടൻ വരുന്നത് വെയിറ്റ് ചെയ്യുവാണ്. സോ ആ ചേട്ടൻ വന്ന് വഴിയെ നമുക്ക് ആ കാര്യങ്ങൾ സർപ്രൈസൊക്കെ റിവീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം.